ഹായ് ഫ്രണ്ട്സ്, LCM ആൻഡ് HCF അഥവാ ലസാഗു ആൻഡ് ഉസാഗ എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 1200-ന് എത്ര ഘടകങ്ങളുണ്ട്? ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ 1200-ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സിന്റെ എണ്ണം കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന നമ്പർ ഏതാണോ അതിനെ ഘടകക്രിയ ചെയ്യാം. അഭാജ്യ സംഖ്യ കിട്ടുന്നവരെ എന്ത് ചെയ്യുക? ഘടകക്രിയ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ അഭാജ്യ സംഖ്യകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? യൂസ് ചെയ്യാവൂ. ഇവിടെ 1 to 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്പേഴ്സ് യൂസ് ചെയ്ത് വേണം ഘടകക്രിയ ചെയ്യാനായിട്ട്. അപ്പോൾ 1200 എന്ന് പറയുമ്പോൾ ഒരു ഈവൻ നമ്പർ ആണ്. അപ്പോൾ അത് നമുക്ക് 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1200-ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 അല്ലേ? ഇനി 600 എന്ന് പറയുന്നതും ഈവൻ നമ്പർ ആണ്. അതും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 600-ന്റെ പകുതി എന്ന് പറയുമ്പോൾ 300. 300ഉം ഈവൻ നമ്പർ ആണ്. അപ്പോൾ 300-ന്റെ പകുതി എത്ര വരും? 150. 150 ഒരു ഈവൻ നമ്പർ ആണ്. അതിന്റെ പകുതി എടുക്കുക, എത്ര വരും? 75 എന്ന് കിട്ടും. ഇനി 75 2-ൽ പറ്റത്തില്ല അല്ലെ? ഈവൻ നമ്പർ അല്ല, ഓഡ് നമ്പർ ആണ്. പിന്നെ അത് ഏതിലാ പറ്റുക? 2 കഴിഞ്ഞ് അടുത്ത വരുന്നത് 3ഉം 5ഉം ആണ് അല്ലെ? അടുത്ത രണ്ട് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ 5 ആണ്. 3-ലും 5-ലും ഒരുപോലെ ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ് 75 എന്ന് പറയുന്നത് ആണല്ലോ. 3 കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, 5 കൊണ്ടും ചെയ്യാം. അപ്പോൾ ഏതെടുത്താലും നമുക്ക് പ്രശ്നമില്ല. ഞാനിവിടെ 3ക്ക് പകരം 5 ആണ് എടുക്കുന്നത്. കാരണം 5 എടുക്കുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ചെറിയ നമ്പറിലോട്ട് വരും. അതുകൊണ്ട് 5 എടുത്തു. 5-ൽ 75 എത്ര ടൈംസ് ആണ് നോക്കുമ്പോൾ 15 ടൈംസ് ആണ് വരുന്നത്. അപ്പോൾ എത്രയാണ്? ഇനി 15 എന്ന് പറയുമ്പോൾ നമുക്ക് ഏതിൽ ചെയ്യാം? 5-ൽ തന്നെ ചെയ്യാമല്ലോ. 5-ൽ ചെയ്യുമ്പോൾ എത്ര വരും? 3 എന്ന് കിട്ടും. 3 ഒരു അഭാജ്യ സംഖ്യ അല്ലേ? അഭാജ്യ സംഖ്യ മീൻസ് പ്രൈം നമ്പർ അല്ലേ? അപ്പൊ അവിടെ വെച്ച് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് കിട്ടിയ 1200-നെ നമുക്ക് എങ്ങനെ എഴുതാം? എത്ര 2 വന്നിട്ടുണ്ടെന്ന് നോക്കിക്കേ. ടോട്ടൽ 4 2 ആണ് അല്ലെ? അപ്പൊ 2 × 2 × 2 × 2. പിന്നെ എത്ര 5 വന്നിട്ടുണ്ട്? 2 5 തന്നിട്ടുണ്ട്. പിന്നെ ഒരു 3യും വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 1200 കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഘടകങ്ങളുടെ എണ്ണമാണ് കാണേണ്ടത്. അതിന് നമ്മൾ ആദ്യം ഇതിനെ പവർ ഫോമിൽ എഴുതണം. അപ്പൊ ഇവിടെ എത്ര 2 വന്നിട്ടുണ്ടെന്ന് നോക്കാം. 4 2 ആയതുകൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2⁴ ഇൻറ്റു 5 2 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. അപ്പൊ 5⁻². 3 ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അപ്പൊ 3⁻1. അപ്പൊ നമ്മൾ ഘടകക്രിയ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് അതിനെ പവർ ഫോമിൽ എഴുതി. ഇനി ചെയ്യേണ്ടത് ഓരോ പവറിന്റെ കൂടെ 1 കൂട്ടുക. അപ്പൊ 4-ന്റെ കൂടെ 1 കൂട്ടുക, 2-ന്റെ കൂടെ 1 കൂട്ടുക, അടുത്ത 1 ആണ്, 1-ന്റെ കൂടെ 1 കൂട്ടുക. അപ്പൊ എത്ര വരും നോക്കിക്കേ. 4 + 1 5 ഇൻറ്റു 2 + 1 3 ഇൻറ്റു 1 + 1 2. അപ്പൊ പവേഴ്സിന്റെ കൂടെ 1 കൂട്ടിയിട്ട് കിട്ടിയ വാല്യൂസ് എല്ലാം കൂടി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആൻസർ എന്താ കിട്ടുക? 3 × 2 6, 6 × 5 30. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്